നമസ്കാരം, ഞാൻ SK ആചാരി. ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അത് എനിക്ക് വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ വഞ്ചനകളുടെയും ചതികളുടെയും ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടും ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചതിയും വഞ്ചനയുമൊക്കെ സാർവത്രികമായിട്ട് വരികയാണ്. അപ്പം മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പണ്ടുള്ള ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. എല്ലാ മനുഷ്യർക്കും നല്ല കാലം ഉണ്ടാവും, ചീത്തക്കാലം ഉണ്ടാവും. ഈ ദോഷ സമയത്താണ് കൂടുതലും മനുഷ്യർക്ക് ദോഷപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെന്നപ്പെടുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ വിധി ബുദ്ധിയെ നയിക്കുന്നു എന്നാണ്. വിധി ബുദ്ധിയെ നയിക്കുന്നു എന്നാണ്. വ്യക്തിയുടെ ബുദ്ധിയെ വിധി നയിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തി ബാഹ്യ സങ്കല്പങ്ങളിൽ അടിപ്പെട്ടുകൊണ്ട് ഒരു ആകർഷണ വലയത്തിൽ പെട്ടുകൊണ്ട് പല വിഷമതകളിലേക്കും ചെന്നുപെടുന്നത് സാധാരണമാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിക്കുന്നു, ഡാമുകളിൽ വീണ് മരിക്കുന്നു, ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുന്നു. സാഹസികമായ നമ്മളുടെ ആ ഒരു അറ്റംപ്റ്റ് അവസാനം വലിയ ദുരന്തത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അത് ചുരുങ്ങിയ നമുക്ക് പണ്ടുള്ള ആളുകൾ നിമിത്തശാസ്ത്രങ്ങളെ ആധാരമാക്കി യാത്ര പുറപ്പെടുന്ന സമയത്ത് ഇന്ന ശകുനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് തരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് അതിനോടൊക്കെ ആളുകൾക്ക് പുച്ഛമാണ്. അതിനനുസരിച്ച് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വ്യക്തികളെ മനസ്സിലാക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തികളുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയാറുണ്ട്. മുഖം മനസ്സിൻ്റെ മാത്രമല്ല, മുഖം ആ വ്യക്തിയുടെ എല്ലാ വ്യക്തിത്വങ്ങളുടെയും കണ്ണാടിയാണ്. മുഖം നോക്കിയാൽ അറിയാം അയാൾ ചതിയനോ വഞ്ചകനോ എന്ന്, അല്ലെങ്കിൽ ആ സ്ത്രീ വഞ്ചകയോ ചതി ചെയ്യുന്ന വ്യക്തിയോ എന്ന് നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന് ശരീരത്തിലെ ചില അടയാളങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിചിന്തനം ചെയ്യുന്ന ഗൂഢശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. അത് എല്ലാം തന്നെ ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ ഇതിലൂടെ പറയാം. സ്ത്രീകളുടെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, തല ചരിച്ചിട്ട് കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത്തരം സ്ത്രീകളെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ്. പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ടില്ല, എന്നാൽ പുരുഷന്മാർക്കും അത് ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ്, സ്ത്രീകളെ മാത്രമല്ല, അത് സ്ത്രീത്വത്തിനെതിരായ ഒരു പരാമർശമൊക്കെ ആയി വിലയിരുത്തപ്പെടും. ശാസ്ത്രങ്ങൾ അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പൊതുവേ പറയുകയാണ്, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ സംബന്ധിച്ചും എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ സംഹാര സ്വഭാവം സൂക്ഷിക്കുന്ന ആളാണെന്നാണ്. അപ്പോൾ അവർ ചതി ചെയ്യാനും വഞ്ചന ചെയ്യാനും സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് അവർക്കൊരു പ്രത്യേക ചാതുര്യം ഉണ്ടാകും. അവരത് ചെയ്തിരിക്കും, അവർ സംഹരിച്ചിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ പുരുഷൻ സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ സംഹരിച്ചിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് മാത്രമാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായ കാര്യം, സ്ത്രീകൾക്ക് മാത്രമല്ല ഈ നിബന്ധന, പുരുഷന്മാർക്കുണ്ട്. അതുകൊണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് എടുക്കുമ്പോൾ കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, സ്ത്രീയായാലും പുരുഷനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച്
അവർ ഒരു സംഹാര സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ് നമ്മളെ ഗൂഢശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. ജീവിതത്തിലേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ ക്ഷണിക്കുന്ന സമയത്ത് ഇത്തരം ലക്ഷണങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇത് പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.